അമ്മു, മോളെ കരയാതെ നീ. മോൾക്ക് ഇപ്പൊ സന്തോഷമായില്ലേ? ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ മോളോട്, മോളുടെ ഇഷ്ടത്തിനെതിരെ നിൽക്കാൻ നമ്മുടെ പപ്പയ്ക്കും മമ്മിക്കും പറ്റില്ലെന്ന്. എന്തെങ്കിലും അവർ നിന്റെ ആഗ്രഹം നടത്തി തരുമെന്ന്. അവൻ അവളുടെ തലയിൽ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി. കരയണ്ട കേട്ടോ, സാറിനെ വിളിച്ച് പറഞ്ഞേക്ക്, ഞാനും വിളിക്കാം, നാളെ ഇങ്ങോട്ടേക്ക് വരാൻ പറ. അശ്വിൻ പറഞ്ഞതും അവൾ ചിരിച്ചു. അശ്വിൻ അവളുടെ കവളിലൊന്ന് തട്ടിയിട്ട് ഇറങ്ങിപ്പോയതും അമ്മ ഫോണെടുത്ത് അവൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തിട്ട് ചെവിയിലേക്ക് വെച്ചു. എല്ലാരും കിടന്നോ? ടൈം ആയില്ലല്ലോ കിടക്കാൻ. അവളുടെ കോള് കണ്ട് അവൻ ഫോൺ എടുത്ത പാടെ ചോദിച്ചു. ഇല്ല ബിയേട്ടാ, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. അവൾ പതിയെ പറഞ്ഞു. എന്താടാ, വീട്ടിൽ പിന്നെന്തേലും പ്രശ്നം ഉണ്ടായോ? അവൻ സംശയത്തോട് ചോദിച്ചു. അല്ല ബിയേട്ടാ, ഇത് സന്തോഷമുള്ളതാ. പപ്പ സമ്മതിച്ചു നമ്മുടെ വിവാഹത്തിന്. അബിയേട്ടനോട് നാളെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അവൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അതെയോ, ഇപ്പം എന്താ പെട്ടെന്ന്? അവൻ സംശയത്താൽ ചോദിച്ചു. അറിയില്ല, ചേട്ടായി പപ്പയോട് ഒരുപാട് സംസാരിച്ചായിരുന്നു. അങ്ങനെ ചേട്ടായി കൺവിൻസ് ചെയ്യിപ്പിച്ചതാ. അവൾ ചിരിയോടെ പറഞ്ഞു. ഇപ്പം എൻ്റെ അമ്മക്കുട്ടിന് സന്തോഷമായോ? ഒരുപാട്. അഭിയേട്ടിന് സന്തോഷമായില്ലേ? അവൾ തിരികെ ചോദിച്ചു. പിന്നെ സന്തോഷമാവാതെ? ഒരുപാട് സന്തോഷമായി. ഇത്ര പെട്ടെന്ന് അവർ സമ്മതിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. എന്തായാലും ഞാൻ അശ്വിനി ഒന്ന് വിളിക്കട്ടെ കേട്ടോ. നീ കിടന്നോ, ഞാൻ വിളിക്കാം. അവൻ പറഞ്ഞതും അവൾ മോളിക്കൊണ്ട് ഫോൺ വെച്ചു. അവൻ അവളുടെ കോള് കട്ട് ചെയ്തിട്ട് അശ്വിനെ വിളിച്ചു. അവനോട് പിറ്റേന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. സിദ്ധു അവനോട് അവർക്ക് വേണ്ടി സംസാരിച്ചതിന് താങ്ക്സ് പറഞ്ഞു. താങ്ക്സ് ഒന്നും വേണ്ട, പകരം അമ്മുവിനെ എപ്പോഴും ഹാപ്പി ആയിട്ട് നോക്കിയാൽ മതിയെന്ന് അശ്വിൻ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. പിറ്റേന്ന് സിദ്ധു അമ്മുവിനെ പെണ്ണ് കാണാൻ വരികയാണ്. അമ്മുവിൻ്റെ അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ഈ വിവാഹത്തിന്. അച്ഛൻ്റെയും ചേട്ടൻ്റെയും സപ്പോർട്ട് മാത്രമായിരുന്നു അവൾക്ക്. അമ്മയുടെ താല്പര്യമില്ലാത്ത മുഖം കാണുമ്പോൾ അവൾക്ക് വിഷമം വരുമെങ്കിലും അഭിയേട്ടനെ അടുത്തറിഞ്ഞാൽ പിന്നീട് അമ്മയ്ക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ അങ്ങനെ തന്നെ സമാധാനിച്ചു. സിദ്ധു പെണ്ണ് കാണാൻ വരുന്നത് കൊണ്ട് അമ്മ ഒരു പിങ്ക് കളർ ചുരിദാറൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ഒരു കയ്യിൽ വാച്ചും മറുകയിൽ പിങ്ക് കളർ 2 വളയും. മുഖത്ത് കണ്ണുകൾ നീട്ടി എഴുതി കുഞ്ഞൊരു കല്ലിൻ്റെ പൊട്ട് തൊട്ടിട്ടുണ്ട്. മുടി കുറച്ച് വകുപ്പെടുത്തിട്ട് ബാക്കി ബണ്ണി ചെയ്ത് പൊക്കി കെട്ടി വെച്ചിരിക്കുകയാണ്. അമ്മു, പുറകിൽ നിന്നും സോനയുടെ വിളി കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. ഹോ, ഇതാരാ? എൻ്റെ അമ്മു തന്നെയാണോ ഇത്? സോന അവളെ കണ്ട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. തടി കൊള്ളില്ലേ? അവൾ വിഷമത്തോട് ചോദിച്ചു. പൊടി, സൂപ്പറായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടടി കാണാൻ. നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് ഈ കളറ്. സോന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? സമയം കഴിഞ്ഞല്ലോ പോകാൻ. അവൾ വാച്ചിലേക്ക് നോക്കി സംശയത്തോട് ചോദിച്ചു. ഏയ്, ഞാനിന്ന് ലീവാ. നിന്റെ ലൈഫിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ ഞാൻ പണിയെടുക്കാനോ? എൻ്റെ പട്ടിയെടുക്കും പണി. അതിൽ കുറഞ്ഞുള്ള സാലറിയൊക്കെ മതി എനിക്ക്. സോന ചിരിച്ചു. തരുൺ സാർ നിനക്ക് ലീവ് തന്നോ? അത് കേട്ടവൾ സംശയത്തോട് ചോദിച്ചു. എവിടുന്നാ ആ കാലമാടൻ ലീവ് തരാൻ? അവൾ പുച്ഛിച്ചു. പിന്നെ? അമ്മ വീണ്ടും ചോദിച്ചു. അന്തസ്സായിട്ട് ഇരന്ന് വാങ്ങി വിളിച്ച് വിളിച്ച് കാല് പിടിച്ചു. ഇന്ന് രാവിലെ അവസാനം തന്നു. സോന ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അമ്മവും പുഞ്ചിരിച്ചു. ആൻറ്റിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല അല്ലേ? സോന എന്തോ ഓർത്തതുപോലെ ചോദിച്ചതും അമ്മുവിൻ്റെ മുഖം പെട്ടെന്ന് വാടി. അറിയില്ലടി, സിദ്ധു സാറിനോട് ഇടപഴകി കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളും. അവൾ പുഞ്ചിരിയോടെ അമ്മുവിനെ സമാധാനിപ്പിച്ചു. അതിന് അവളും ഒന്ന് പുഞ്ചിരിച്ചു. സമയം ഓരോന്നായി കടന്നുപോയി. പുറത്ത് സിദ്ധുവിൻ്റെ കാർ വന്നതും അശ്വിൻ അവരെ വന്ന് വിളിച്ചു. പ്രേമിച്ചെന്ന് പറഞ്ഞാലും അവൻ പെണ്ണ് കാണാൻ വന്നു എന്ന് കേട്ടപ്പോൾ അമ്മുവിൻ്റെ നെഞ്ച് ശക്തിയായിട്ട് ഇടിക്കാൻ തുടങ്ങി. സോന, എനിക്ക് പേടിയാവുന്നു, എന്തോ ഒരു ടെൻഷൻ പോലെ. അവൾ സോനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യേ, നിന്തിന്? നീ ആദ്യമായിട്ടല്ലല്ലോ സാറിനെ കാണുന്നേ, പിന്നെന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? സോന അവളെ സമാധാനിപ്പിച്ചു. അറിയില്ല, എന്തോ ഒരു ടെൻഷൻ. അവൾ നഖം കടിച്ചു. നീ വാ പെണ്ണേ. സോന അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ സോനയുടെ കൂടെ ഹാളിലേക്ക് ചെന്നു. അവൾ വരുന്നത് കണ്ടതും സിദ്ധു അവളെ ഒന്ന് നോക്കി. ആ പിങ്ക് കളർ ചുരിദാറിൽ അവൾ ഒന്നുകൂടി സുന്ദരിയായതുപോലെ അവന് തോന്നി. അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതും അവനും തിരികെ ചിരിച്ചു. അവളുടെ കണ്ണുകൾ അവനിലേക്ക് നീണ്ടു. ഒരു റെഡ് ഷർട്ടും പാൻറ്റുമാണ് വേഷം. ഷർട്ട് ഇൻ ചെയ്തിരിക്കുകയാണ്. അവൻ ആ കളർ നന്നായിട്ട് ചേരുന്നത് പോലെ അവൾക്കും തോന്നി. അറിയാലോ സർ, ഞങ്ങൾക്ക് ആദ്യം ഈ ബന്ധത്തിനെക്കുറിച്ച് എതിർക്കേണ്ടി വന്നു. ഞാൻ അവളുടെ അച്ഛനല്ലേ. ഏതൊരു അച്ഛനും മകളെപ്പറ്റി ചിന്തിക്കാവുന്നത് പോലെ ഞാനും ചിന്തിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ. അയാൾ പറഞ്ഞതും സിദ്ധു ഒന്ന് പുഞ്ചിരിച്ചു. പപ്പ എന്നെ സിദ്ധുന്നോ അവിന്നോ വിളിച്ചാൽ മതി. ഈ സാർ വിളി ഇനി നമുക്കിടെ വേണ്ട. പിന്നെ പപ്പ എന്തെങ്കിലും ഈ ബന്ധത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അത്രത്തോളം ഞാൻ അവളെയും അവൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ദൈവം ഒരിക്കലും കാണാതെ പോകില്ലല്ലോ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവരും ഒന്ന് പുഞ്ചിരിച്ചു. മമ്മി എന്താ ഒന്നും മിണ്ടാൻ നിൽക്കുന്നേ? മമ്മിക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലേ? സിദ്ധു സംശയത്തോടെ അവളുടെ മമ്മിയെ നോക്കി ചോദിച്ചു. അത് ഒന്നുമില്ല, ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് നിന്നതാ. അവരുള്ളിലുണ്ടായിരുന്ന ഇഷ്ടക്കേടിനെ മറച്ചു വെച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അല്ല മോനെ, ഞാൻ എൻ്റെ മോനെ പോലെ കരുതി പറയുക. എൻ്റെ മകളെ പൊന്നുപോലെ നോക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവൾക്കൊരിക്കലും അവിടെ വിഷമിക്കേണ്ടി വരരുത്.
ഇന്ന് വരെ ഒന്നിൻ്റെ പേരിലും ഞാൻ അവളെ വിഷമിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ മാത്രമല്ല, ഇവനും അവളുടെ മമ്മിയും പോലും. പിന്നെ ഒരു കാര്യം വന്നപ്പോഴാണ് ഞങ്ങൾ അവളെ വഴക്ക് പറഞ്ഞതും കരയിപ്പിച്ചതുമൊക്കെ. അത് ഏതൊരു മാതാപിതാക്കളും ചെയ്യുന്നത് മാത്രമേ ഞങ്ങളും ചെയ്തോളൂ. ഞങ്ങളുടെ മകളെ ഞങ്ങൾ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക, നോക്കിക്കോണം. അയാൾ ഒരു അച്ഛൻ്റെ അവലാതിയോടുകൂടി അവനോട് പറഞ്ഞു. പപ്പയ്ക്ക് ആ കാര്യത്തിൽ എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. ഒരിക്കലും ഞാൻ എൻ്റെ അമ്മുവിനെ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യില്ല. നിങ്ങൾ എങ്ങനെയാണ് അവളെ ഈ 10-21 വർഷം വളർത്തിയത്, അതിനേക്കാൾ ഇരട്ടി സ്നേഹവും കരുതലും ഞാൻ എൻ്റെ അമ്മുവിന് കൊടുക്കും. ഇത് ഞാൻ പപ്പയ്ക്ക് മാത്രം തരുന്ന വാക്കല്ല, മമ്മിക്കും അവളുടെ ആങ്ങളയായ അശ്വിനും എൻ്റെ അമ്മുവിനും കൊടുക്കുന്ന വാക്കാ. സിദ്ധു അവരെ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവർക്ക് എല്ലാവർക്കും സന്തോഷമായി. ഇനിയിപ്പോൾ എങ്ങനെയാ ചടങ്ങുകളൊക്കെ? തരുൺ സംശയത്തോടെ അയാളോട് ചോദിച്ചു. എൻ്റെ അനിയന്മാരും ഇവളുടെ ആങ്ങളമാരും ഒക്കെയുണ്ട്, അവരോടും കൂടി ഒന്ന് സംസാരിക്കണം. എന്നിട്ട് നല്ലൊരു ദിവസം നോക്കി ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം, അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പോ മറ്റോ ഉണ്ടാവുമോ? സിദ്ധു സംശയത്തോട് ചോദിച്ചു. ആരെതിർത്താലും അവസാനത്തെ വാക്ക് ഞങ്ങളുടെ മാത്രമായിരിക്കില്ലേ? ഞങ്ങൾക്ക് ഇവളുടെ സന്തോഷമോ വലുത്. അതിനി ആരെതിർത്താലും ഇല്ലെങ്കിലും എൻ്റെ മകളുടെ സന്തോഷം നോക്കിയേ ഞാൻ ചെയ്യുള്ളൂ, അയാൾ പറഞ്ഞതും സിദ്ധു ചിരിച്ചു. അത് കേട്ട് അമ്മുവിനും സന്തോഷമായി. കല്യാണം എപ്പോഴത്തേക്ക് നടത്താനാണ് ഞങ്ങൾ തീരുമാനം? തരുൺ അയാളെ നോക്കി ചോദിച്ചു. അടുത്ത മാസം തന്നെ നടത്താം. രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തതല്ലേ, അതുകൊണ്ട് ഇനി മുമ്പോട്ട് നീട്ടിക്കൊണ്ട് പോകണ്ട എന്നാ ഞങ്ങളുടെ തീരുമാനം, അല്ലേ അശ്വിൻ? അയാൾ അശ്വിനെ നോക്കി ചോദിച്ചതും അവനും ചിരിയോടെ തലയാട്ടി. എങ്കിൽ പിന്നെ ഈ ഞായറാഴ്ച തന്നെ സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് പോന്നോളൂ, തരുൺ പറഞ്ഞതും അവരും തലയാട്ടി. അമ്മ സിദ്ധുവിനെ നോക്കി, തിരികെ അവൻ അവളെ നോക്കി. അവൾ അവനെ നോക്കി ചിരിച്ചതും അവൻ കണ്ണു ചിമ്മി കാണിച്ചു. അല്ല, ചെക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ചടങ്ങുകളൊക്കെ ചടങ്ങുകളായിട്ട് തന്നെ നടക്കട്ടെ, അല്ലേ പപ്പേ? അശ്വിൻ അവരുടെ രണ്ടുപേരുടെയും മനസ്സ് മനസ്സിലാക്കിയതുപോലെ അയാളോട് ചോദിച്ചു. ഓ, അവരിനി എന്ത് സംസാരിക്കാനാ, എപ്പോഴും അവർ സംസാരം തന്നെയല്ലേ? തരുൺ പറഞ്ഞതും സിദ്ധു അവന്റെ കാലിൽ നോക്കി ഒരു ചവിട്ട് കൊടുത്തു. ഹാ, എന്തടത്തേണ്ടി? കാലുകൾ ഒഴിഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു തരുൺ. മിണ്ടാതിരിക്കടാ പട്ടി, സിദ്ധു അവനോട് പറഞ്ഞതും അവൻ ഇളിച്ചു കാണിച്ചു. എന്താ മോനെ, എന്തു പറ്റി? അവന്റെ നിലവിളി കേട്ട് അയാൾ സംശയത്തോടെ നോക്കി. ഏയ്, ഒന്നുമില്ലാങ്കിൾ, അവൻ ചിരിച്ചു. സിദ്ധു അമ്മുവിനോട് സംസാരിക്കാൻ പതിയെ അവിടെ നിന്നും എഴുന്നേറ്റ് അകത്തേക്ക് പോയതും അമ്മുവും പതിയെ അങ്ങോട്ടേക്ക് നടന്നു. ബാക്കിയുള്ള എല്ലാവരും ഹാളിലിരുന്ന് ഓരോന്നും സംസാരിക്കുകയായിരുന്നു. അമ്മൂട്ടാ, സന്തോഷമായോ നിനക്ക്? അവന്റെ അടുത്ത് നിൽക്കുന്ന അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി തലയാട്ടി. എങ്കിൽ നമുക്കൊരു സെൽഫി എടുത്താലോ? അവൻ വീണ്ടും അവളോട് ചോദിച്ചതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടിയിരുന്നു. അവൻ ഫോൺ എടുത്ത് അവളെ ചേർത്ത് പിടിച്ച് സെൽഫി എടുത്തു. സെൽഫി എടുത്തു കഴിഞ്ഞതും അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അവനും അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്തു. എന്നും എൻ്റെ അമ്മൂട്ടൻ്റെ ഒപ്പം അഭിയേട്ടനുണ്ടാവും, ഒരിക്കലും ഞാൻ എൻ്റെ പെണ്ണിനെ ഒറ്റയ്ക്കാക്കില്ല, അവൻ അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഞാനും എൻ്റെ അഭിയേട്ടൻ്റെ ഒപ്പം എന്നും ഉണ്ടാകും, എനിക്കെൻ്റെ അഭിയേട്ടൻ ഇല്ലാതെ പറ്റില്ല. അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി പറഞ്ഞതും അവൻ ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചിരുന്നു. അവൻ അവളെയും കൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങി. നല്ലൊരു ദിവസം നോക്കി സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് അമ്മുവിൻ്റെ പപ്പയും പറഞ്ഞു. തരുണും അവരോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞു. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. അമ്മുവിൻ്റെ പപ്പ അളിയന്മാരോടും അനിയന്മാരോടും ഒക്കെ സിദ്ധുവിൻ്റെയും അമ്മുവിൻ്റെയും വിവാഹകാര്യം പറഞ്ഞു. ആദ്യം അവരൊക്കെ അതിനെ എതിർത്തെങ്കിലും പിന്നീട് അമ്മുവിൻ്റെ പപ്പയും അശ്വിനും കൂടി എല്ലാവരെയും എല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ചിരുന്നു. നല്ലൊരു ദിവസം നോക്കി അവർ സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് പോവുകയും സിദ്ധുവിൻ്റെ മുത്തശ്ശിയോടും മറ്റും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. അടുത്ത മാസം അവരുടെ പള്ളിയിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹം നടത്താനും അവർ തീരുമാനിച്ചു. ഓഡിറ്റോറിയത്തിൽ വെച്ച് ജസ്റ്റ് അമ്മുവിൻ്റെ കഴുത്തിൽ മിന്നു കെട്ടും, അതായിരുന്നു ചടങ്ങ്. അതല്ലാതെ അച്ഛനെയൊക്കെ വെച്ച് നടത്താൻ അവർക്ക് പറ്റില്ലായിരുന്നു. ഇത് മറ്റൊരു മതമായതുകൊണ്ടും ക്രിസ്ത്യൻ സഭയിലേക്ക് അവനെ നിർബന്ധിച്ച് ചേർക്കേണ്ട എന്നും അവർ തീരുമാനിച്ചു. അതുകൊണ്ട് രണ്ട് മതത്തിലും പെടാതെ നടത്താനായിരുന്നു തീരുമാനം. വിവാഹ ദിവസം രാവിലെ. എൻ്റെ അമ്മോ, സൂപ്പറായിട്ടുണ്ട്, നിന്നെ ഇപ്പം കണ്ട നീയാണെന്ന് പറയേയില്ല, സോന അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അവളെ കണ്ട ആരാണെന്ന് പറയും? അശ്വിൻ അവളെ നോക്കി പുരികം പൊക്കി. അല്ല, അത് പിന്നെ ഒരു ഓളത്തിന് അവൾ 32 പല്ലും കാണിച്ച് ഇളിച്ചു കാണിച്ചു. അത് കണ്ട് എല്ലാവരും ചിരിച്ചു. അതെ ചേച്ചി, എനിക്കും കൂടി കുറച്ച് മേക്കപ്പ് ഇട്, മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തരുമോ? അവൾ അമ്മുവിനെ ഒരുക്കുന്ന ചേച്ചിയെ നോക്കി പറഞ്ഞു. അതൊന്നും വേണ്ട, ഞങ്ങൾ അമ്മുവിനെ ഒരുക്കാനുള്ള പൈസ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പുറത്തു നിന്നുള്ള ആളിനെ ഒരുക്കാനൊന്നും ഞങ്ങൾ പൈസ കൊടുത്തിട്ടില്ല. അശ്വിൻ അതിനെ പുച്ഛിച്ചു. അപ്പോൾ ഞാൻ പുറത്തുള്ളതാണോ? അവൾ സംശയത്തോട് ചോദിച്ചു. പിന്നെ അല്ലാതെ, നീ ഇവളുടെ ഫ്രണ്ടല്ലേ, അല്ലാതെ ഞങ്ങളുമായിട്ട് റിലേഷനൊന്നും ഇല്ലല്ലോ. അശ്വിൻ അവളെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ചു. അവൾ അവിടെ നിന്നും ഒന്നും മിണ്ടാതെ പോകാൻ തുടങ്ങി. അത് കണ്ടതും അമ്മു അശ്വിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവൾ പോകാൻ തുടങ്ങിയതും അശ്വിൻ അവളുടെ കൈയിൽ പിടിച്ച് നിർത്തി. എങ്ങോട്ടാ നീ ഓടുന്നത്? അവൻ അവളെ നോക്കി പുരികം പൊക്കി. വേണ്ട, ഞാൻ പുറത്തുനിന്ന് വന്നതല്ലേ, ഞാൻ പൊയ്ക്കോളാം, അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ അങ്ങ് പോയാലോ, നിനക്ക് ഒരുങ്ങണ്ടേ? അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു.
വേണ്ട, അമ്മുവിനെ ഒരുക്കാൻ മാത്രമല്ലേ പൈസ കൊടുത്തിട്ടുള്ളൂ. മാത്രമല്ല പുറത്തു നിന്ന് വരുന്നവരെയൊന്നും ഒരുക്കില്ലല്ലോ. ഞാൻ പൊക്കോളാം, വിട്. അവൾ അവൻ്റെ കയ്യിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിച്ചു. എടി പൊട്ടി, എനിക്ക് എൻ്റെ അമ്മുവിനെ പോലെ അല്ലേടി നീയും. നിന്നെ ഒരുക്കുന്നതിന് അത്ര പണം ആകുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാനങ്ങ് പോട്ടേന്ന് വെക്കും. എൻ്റെ പെങ്ങന്മാർക്ക് വേണ്ടി ചിലവാക്കിയില്ലെങ്കിൽ പിന്നെ എന്തിനാ എനിക്ക് പൈസ? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു. അവളെ നോക്കി ഒന്ന് ചിരിച്ചു. പിന്നെ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അത് കണ്ട് അമ്മുവും ഒരുക്കുന്ന ചേച്ചിയും ചിരിച്ചിരുന്നു. മതി മതി സ്നേഹപ്രകടനമൊക്കെ. ചേച്ചി, എൻ്റെ ഈ പെങ്ങളെ കൂടി ഒന്ന് സുന്ദരിയായിട്ട് ഒരുക്കിയേ കേട്ടോ. അവൻ അവരെ നോക്കി പറഞ്ഞതും അവർ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. അശ്വിൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞതും സിദ്ധുവും തരുണിന്റെ വീട്ടുകാരും സിദ്ധുവിന്റെ മുത്തശ്ശിയും കൂടി ഓഡിറ്റോറിയത്തിലേക്ക് വന്നു. അവർ വന്നതും അതിന് പുറകെ അമ്മുവിനെയും കൊണ്ടുള്ള കാറും വന്നിരുന്നു. ഓഡിറ്റോറിയത്തിൽ കൂടുതലും അമ്മുവിന്റെ വീട്ടുകാർ മാത്രമായിരുന്നു. സിദ്ധുവിന്റെ അവിടുന്ന് അധികം ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സിദ്ധു കാറിൽ നിന്നും ഇറങ്ങിയതും അമ്മുവും കാറിൽ നിന്നും ഇറങ്ങി. അമ്മു സിദ്ധുവിനെയും സിദ്ധു അമ്മുവിനെയും ഒന്ന് നോക്കി. സിദ്ധു ഒരു പീച്ച് കളർ ഷർട്ടും കസവും ഉണ്ടായിരുന്ന വേഷം. അമ്മു അതേ കളർ തന്നെ സാരിയായിരുന്നു. അവള് ക്രിസ്ത്യൻ രീതിയിലായിരുന്നു ഒരുങ്ങിയിരുന്നത്. എന്നാൽ അവൻ വെള്ള ഷർട്ട് ഒഴിച്ചാൽ ഹിന്ദു രീതിയിൽ തന്നെയായിരുന്നു ഒരുങ്ങി വന്നത്. സിദ്ധുവിനെ നോക്കി അമ്മുവും അമ്മുവിനെ നോക്കിയ സിദ്ധുവും ഒരു നിമിഷം മറ്റെല്ലാം മറന്ന് പരസ്പരം നോക്കി നിന്നു. ക്യാമറ ചേട്ടന്മാർ അതൊക്കെ ക്യാമറ പകർത്താനും മറന്നില്ല. അതെ, ഇങ്ങനെ നോക്കി നിൽക്കാതെ, നിനക്കുള്ള പ്രോപ്പർട്ടി തന്നെയാ അമ്മു. ദേ എല്ലാരും നിങ്ങളെ തന്നെയാ നോക്കുന്നേ. സോന ചിരിച്ചുകൊണ്ട് പതിയെ എന്റെ ചെവിയിൽ പറഞ്ഞതും അവൾ ഞെട്ടി നോട്ടം പിൻവലിച്ചു. പിന്നെ ചുറ്റിനും നോക്കി. സോന പറഞ്ഞതുപോലെ എല്ലാവരും അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞതും ചെക്കനെയും പെണ്ണിനെയും ഓഡിറ്റോറിയത്തിലേക്ക് കയറ്റാൻ ആരോ വന്ന് പറഞ്ഞതും അവർ ഇരുവരും കൂടി ഓഡിറ്റോറിയത്തിലേക്ക് കയറി. അമ്മുവും സിദ്ധുവും കയറിയതിന് പുറകെയാണ് സോന കയറുന്നത്. സോനയെ കണ്ടതും തരുണിന്റെ കണ്ണുകൾ വിടർന്നു. അവൾ ഒരു പിസ്ത കളർ ലെഹങ്കയായിരുന്നു. മുടിയൊക്കെ ബാർബി ഡോളിനെ പോലെ കെട്ടി നല്ല സുന്ദരിയായിട്ട് തന്നെയായിരുന്നു അവൾ ഒരുങ്ങിയിരുന്നത്. അതൊക്കെ അവളുടെ മുഖത്തിന് നല്ലതുപോലെ ഇണങ്ങുന്നുണ്ടെന്ന് തരുണിന് തോന്നി. കുറച്ച് മേക്കപ്പും ലിപ്സ്റ്റിക്കും ഒക്കെ പെണ്ണ് ഇട്ടിട്ടുണ്ട്. അവളെ കണ്ടതും തരുൺ അവൻ്റെ ചേട്ടത്തിക്കും അമ്മയ്ക്കും പപ്പയ്ക്കും ഒക്കെ അവളെ കാണിച്ചു കൊടുത്തു. കൊച്ചു കൊള്ളാവല്ലോടാ, അവൻ്റെ ചേട്ടത്തി അവനോട് പറഞ്ഞു. അത്രയും കളറൊന്നും ഇല്ല കേട്ടോ, ഇന്ന് ഫുള്ള് പുട്ടിയാ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവരും പുഞ്ചിരിച്ചു. എനിക്കിഷ്ടമായി, നല്ല രസമുണ്ട് കൊച്ചിനെ കാണാൻ. നീ പറഞ്ഞപ്പോൾ ഇത്രയും നല്ല കുട്ടിയായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവൻ്റെ മമ്മി അവനെ നോക്കി ചിരിയോടെ പറഞ്ഞതും അവനും ചിരിച്ചു. എങ്കിൽ ഞാൻ പോയി എൻ്റെ കൊച്ചിനെ ഒന്ന് കണ്ട് സംസാരിച്ചേച്ചും വരാം. അവൻ അവരെ നോക്കി പറഞ്ഞു. സംസാരിക്കുക മാത്രമേ ചെയ്യാവേ. അവൻ്റെ ചേട്ടത്തി അവിടെ ഇരുന്നു കൊണ്ട് അവനെ കളിയാക്കി. തരുണേ, അവളെ ഒന്ന് പരിചയപ്പെടുത്തണേ ഞങ്ങൾക്ക്. അവൻ്റെ മമ്മി പറഞ്ഞതും അവൻ വീണ്ടും തലയാട്ടി. പിന്നെ സോനയെ തിരക്കി അകത്തേക്ക് നടന്നതും അവരും ഓഡിറ്റോറിയത്തിലേക്ക് കയറി. പെണ്ണിനെയും ചെക്കനെയും ഓഡിറ്റോറിയത്തിലേക്ക് കയറ്റിയതും അമ്മുവിൻ്റെ പപ്പയുടെ കുടുംബത്തിലുള്ള മുതിർന്ന ഒരാൾ എല്ലാവരെയും സ്വാഗതം ചെയ്തു. പിന്നെ മിന്നു കെട്ടിക്കൊള്ളാൻ അവനോട് പറഞ്ഞതും അവൻ്റെ മിന്നും താലിയും ലോക്കറ്റുമായിട്ടുള്ള ഒരു മാല അവൾക്ക് കഴുത്തിൽ കൂടി തന്നെ അവൻ ഇട്ടുകൊടുത്തു. പിന്നെ അവർ ഒന്നിച്ച് കേക്ക് കട്ട് ചെയ്യുകയും അത് പരസ്പരം വായിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു. പിന്നെ അങ്ങോട്ട് ഫോട്ടോ സെക്ഷൻസ് ആയിരുന്നു. ബാക്കിയുള്ളവർ കഴിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിനിടയിൽ സോനയുടെ ഡ്രസ്സിൽ ഒരു അമ്മച്ചി കറി ഓരിയിട്ടു. അറിയാതെ സംഭവിച്ചതാ, അതുകൊണ്ട് കൊച്ചൊന്നും മിണ്ടിയില്ല. അവളത് കഴുകാനായിട്ട് പുറത്തേക്ക് പോയതും തരുണും പതിയെ അവളുടെ പുറകെ വെച്ചു പിടിച്ചു. അവളുടെ ഡ്രസ്സിലുണ്ടായിരുന്ന കറി വെള്ളം കൊണ്ട് തുടച്ചു കളയുകയായിരുന്നു. പെട്ടെന്നാണ് അവളുടെ പുറത്ത് ആരുടെയോ ചൂടിന് നിശ്വാസം അവൾ അറിഞ്ഞത്. അവൾ പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞതും തരുണിന്റെ നെഞ്ചിൽ തട്ടി അവൾ പുറകിലേക്കൊന്ന് ആഞ്ഞു. മനസ്സിലാക്കി അവൻ അവളെ ഇടുപ്പിൽ കൂടി ചുറ്റിപ്പിടിച്ചു. പെട്ടെന്ന് അവന്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിനെ വലയം ചെയ്തതും അവൾ ഞെട്ടി അവനെ നോക്കി. വിട്, എന്താ, ആരെങ്കിലും കാണും, എൻ്റെ മമ്മിയും പപ്പയൊക്കെ ഇവിടെ ഉണ്ട്, വിട്. അവൾ കുതറി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അവളുടെ മുഖത്തേക്ക് മാത്രം നോക്കി നിൽക്കുകയായിരുന്നു അവൻ. അത്രയും അടുത്ത് അവൻ്റെ നോട്ടവും നിശ്വാസവും സാന്നിധ്യവും ഒക്കെ അവളെ വല്ലാതെ ഉലയ്ക്കുന്നത് പോലെ അവൾക്ക് തോന്നി.